വല്ലാത്ത ക്രൈസ്തവ സ്നേഹം അഭിനയിച്ചുകൊണ്ട് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് കേക്കുമായി കടന്നു പോവുകയും എന്നാൽ മറുവശത്ത് ക്രൈസ്തവരെ ആക്രമിക്കാനും അവരുടെ വിശ്വാസങ്ങളെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും ആ പൂരം കലക്കിയതിനു പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ സർക്കാരിലിരിക്കുന്നവർ കൂടിയല്ലേ. ക്രിസ്മസ് കരോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സംഘപരിവാർ പ്രവർത്തകർ നടത്തിയിട്ടുള്ള അതിക്രമം അതിന്ന് വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ജില്ലാ ഭാരവാഹിയും ബജ്രംഗ് ദളിൻ്റെ ജില്ലാ ഭാരവാഹിയും ഒക്കെ ഉൾപ്പെടുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. വാസ്തവത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു വിഷയമല്ല, മറിച്ച് ഈ പറയുന്ന ഭാരവാഹികൾ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ജില്ലാ ഭാരവാഹി എന്ന് പറയുന്നയാൾ നേരത്തെ ചിറ്റൂരിലെ BJPയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്നു. ബജ്രംഗ് ദളിൻ്റെ ഭാരവാഹി എന്ന് പറയുന്ന ആൾ അവിടുത്തെ പഞ്ചായത്തിൻ്റെ OBC മോർച്ചയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റായിരുന്നു. അപ്പോൾ BJPയുടെ ഭാരവാഹികളായിരുന്ന BJPയുടെ സജീവ പ്രവർത്തകരായ ആളുകൾ തന്നെയാണ് ഈ അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ രണ്ടുപേരും കഴിഞ്ഞ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അവിടുത്തെ BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. അവർക്ക് അവിടെ സാമുദായിക സംഘടനാ നേതാക്കന്മാരുമായി സംസാരിക്കാനും വോട്ട് ഏകോപിപ്പിക്കാനുമുള്ള ചുമതല ഇതിൻ്റെ ഭാഗമായി നൽകിയിരുന്ന ആളുകളാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട 3 പേരിൽ 2 പേർ, അനിൽകുമാറും സുശാസനും. ഈ വെള്ളിയാഴ്ച ഈ അതിക്രമം നടന്നതിന് ശേഷം BJPയുടെ സംസ്ഥാന നേതൃത്വം തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി പോലീസുമായി നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ട്. യുവമോർച്ചയുടെ ജില്ലാ നേതാക്കന്മാർ മുഖേന ചിറ്റൂരിലെ പോലീസുമായി ബന്ധപ്പെട്ട് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമം BJPയുടെ സംസ്ഥാന നേതൃത്വം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു വശത്ത് വല്ലാത്ത ക്രൈസ്തവ സ്നേഹം അഭിനയിച്ചുകൊണ്ട് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് കേക്കുമായി കടന്നു പോവുകയും എന്നാൽ മറുവശത്ത് ക്രൈസ്തവരെ ആക്രമിക്കാനും അവരുടെ വിശ്വാസങ്ങളെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും ഒരു സ്കൂളിൽ കുട്ടികൾ വളരെ നിഷ്കളങ്കതയോടെ നടത്തിയിട്ടുള്ള ഒരു കരോളിനെ പോലും ആക്രമിക്കാനുള്ള സംഘപരിവാറിൻ്റെ ശ്രമം ഇത് കേരളത്തിൽ നിലനിൽക്കുന്ന സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. ഇരകളോടൊപ്പം ഓടുകയും അതേസമയം വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുക എന്ന സമീപനമാണ് ഇക്കാര്യത്തിൽ BJPക്കുള്ളത്. ഈ നിമിഷം വരെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ അതിക്രമത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല. അത് സൂചിപ്പിക്കുന്നത് തന്നെ BJPക്ക് ഇക്കാര്യത്തിൽ നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഈ ആക്രമിച്ച അക്രമത്തിന് നേതൃത്വം നൽകിയ പ്രതികളിൽ 2 പേരും BJPയുടെ മുൻ ഭാരവാഹികളും സജീവ പ്രവർത്തകരുമാണ്. 3-ൽ 2 പേരും അതുകൊണ്ട് തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമം BJPയുടെ നേതൃത്വം നടത്തിയിട്ടുണ്ട്. ഇവർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകളിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. പാലക്കാട്ടെ സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറുമായി വളരെ അടുപ്പമുള്ള ആളുകളാണ് ഈ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 2 പേരും. കേരളത്തിൽ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് തട്ടാൻ വേണ്ടി സാമുദായിക സൗഹാർദ്ദം അട്ടിമറിക്കാൻ വേണ്ടി ഏറെക്കാലമായി BJP ശ്രമം നടത്തി വരികയാണ്. ക്രൈസ്തവ സഹോദരങ്ങൾക്കിടയിൽ മറ്റ് ഇതര സമുദായങ്ങളുമായി ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള നുണപ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ ഒരു വശത്ത് കൂടി ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, ക്രിസ്മസ് നക്ഷത്രം തൂക്കുന്നത് സംബന്ധിച്ച് അത് തൂക്കാൻ പാടില്ല, ഹിന്ദു ഭവനങ്ങളിൽ ക്രിസ്മസ് നക്ഷത്രം തൂക്കാൻ പാടില്ല, മകരനക്ഷത്രമാണ് തൂക്കേണ്ടത് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ, ആ ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ V മുരളീധരനുമായി അടുത്ത ബന്ധമുള്ള V മുരളീധരൻ്റെ സാമൂഹ്യ മാധ്യമ ഇടപെടലുകളിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്ന ഒരു വനിതയാണ് ആ പ്രചരണത്തിന് പുറകിലുള്ളത്. അവർ BJPയുടെ സംസ്ഥാന പ്രസിഡന്റുമായും വളരെ അടുപ്പമുള്ളയാളാണ്. അവർ നേരിട്ടാണ് ഇക്കാര്യത്തിൽ ക്രിസ്മസ് നക്ഷത്രം തൂക്കാൻ പാടില്ല, മകരനക്ഷത്രമാണ് ഹിന്ദു ഭവനങ്ങൾ തൂക്കേണ്ടത് എന്ന രീതിയിലുള്ള പ്രചരണം നടത്തുന്നത്. ഇതിനെ ഒന്നും BJP നേതൃത്വം തള്ളിപ്പറഞ്ഞിട്ടില്ല. അപ്പം ഇവിടെ കേരളത്തിൽ നിലനിൽക്കുന്ന മത സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ വേണ്ടി ബോധപൂർവമായ പരിശ്രമം നടത്തുകയും
അതേ സമയത്ത് ഒരു ധ്രുവീകരണം ഉണ്ടാക്കി അതിനിടയിലൂടെ വോട്ട് തട്ടാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ള പരീക്ഷണം കൂടി അവർ നടത്തുന്നുണ്ട്. പാലക്കാട്ട് നടന്നിട്ടുള്ളത് വാസ്തവത്തിൽ എന്താണോ BJP, വാസ്തവത്തിൽ എന്താണോ സംഘപരിവാർ, അതാണ് പുറത്തു വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഇക്കോസിസ്റ്റത്തിനകത്ത് വെറുപ്പും വിദ്വേഷവുമാണുള്ളത്. ആ വെറുപ്പും വിദ്വേഷവുമാണ് പാലക്കാട് നല്ലേപ്പള്ളിയിൽ കണ്ടത്. ക്രിസ്മസ് ആവുന്ന സമയത്ത് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് കേക്ക് കൊണ്ടുപോവുകയും എന്നാൽ അതേ സമയത്ത് ക്രൈസ്തവർക്കെതിരായിട്ടുള്ള അക്രമങ്ങൾക്ക് മറുവശത്ത് കൂടി നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നു. BJP നേതൃത്വം അറിഞ്ഞുകൊണ്ട് ആണെന്നാണ്. ഇപ്പോൾ അതിൽ അനിൽകുമാറും പിന്നെ ആരായിരുന്നു? അനിൽകുമാറും സുശാസനും BJPയുടെ ഭാരവാഹികളായിരുന്നു. അവരെങ്ങനെ തള്ളിപ്പറയാൻ സാധിക്കും? വിശ്വ ഹിന്ദു പരിഷത്ത് സംഘപരിവാറിന്റെ സംഘടനയല്ലേ? RSSന്റെ ഒരു പ്രചാരകൻ അതിന്റെ സംഘടനാ സെക്രട്ടറിയാണ്. ഈ നിമിഷം വരെ ഇവരാരും അതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. മാത്രമല്ല പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. പോലീസുമായി ബന്ധപ്പെട്ട് ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ, സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ട് ഒത്തുതീർപ്പാക്കാനൊക്കെ ശ്രമം ഉണ്ടായിട്ടുണ്ട് അതിനിടയ്ക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് യുവമോർച്ച ജില്ലാ നേതാക്കൾ മുഖേന BJPയുടെ സംസ്ഥാന നേതൃത്വം ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ട ശ്രമം നടത്തിയിട്ടുണ്ട്. പോലീസുമായി സംസാരിച്ചിട്ടുണ്ട്, സ്കൂളിലെ അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട്. കാരണം BJPയുടെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വരെ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ് ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഉത്തരേന്ത്യയിലൊക്കെ നിരന്തരം ഇത്ര സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായി തന്നെ ഒരു അജണ്ട സ്ഥാപിക്കലാണെന്നൊരു ആരോപണം കൂടിയാണ് BJPയുടെ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഈ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ഇൻഹെറിറ്റൻ്റ് ആയിട്ടുള്ള ഒരു വിദ്വേഷം ആ ഇക്കോസിസ്റ്റത്തിനകത്തുണ്ട്. അതാണ് പുറത്തേക്ക് വന്നത്. എത്ര വാരി പൊത്തി ഒളിച്ചാലും ഉള്ളിലുള്ള ക്രൈസ്തവ വിരുദ്ധത ഇവരുടെ പുറത്തേക്ക് വരികയാണ്, അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധത പുറത്തേക്ക് വരികയാണ്. മറിച്ചുള്ള ക്രൈസ്തവ സ്നേഹത്തിന്റെ അഭിനയം, അതൊക്കെ വെറും അഭിനയം മാത്രമാണ്. യഥാർത്ഥ BJP എന്താണ്, BJPയുടെ നിലപാട് എന്താണെന്നുള്ളത് നല്ലേപ്പള്ളി കാണിച്ചു തരുന്നുണ്ട്. മറ്റൊന്നുള്ളത് ഇപ്പോൾ ഈ വിജയരാഘവന്റെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടതാണ് വയനാട്ട് വിഷയത്തിൽ. അപ്പോൾ അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെയൊക്കെ വിജയത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന, അതിനെങ്ങനെയാണ് കാണുന്നത്? നേരത്തെ പറഞ്ഞല്ലോ, ഈ BJPക്ക് പോലും പറയാൻ പറ്റാത്ത വർഗീയ നിലപാടുകൾ CPM പറയുകയും അതിനെ കേരളത്തിൽ ശരിവൽക്കരിക്കുന്ന ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് CPM BJP ബാന്ധവത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് ഇപ്പോൾ അജിത് കുമാറിന്റെ റിപ്പോർട്ടൊക്കെ വന്നതോടുകൂടി മനസ്സിലായല്ലോ. തൃശ്ശൂരിലെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടൊക്കെ അജിത് കുമാറിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇതുപോലെയുള്ള ചില വർഗീയ പരാമർശങ്ങൾ CPM നേതാക്കന്മാർ പറയുന്നു, അതിനെ ഇടതുപക്ഷം എൻഡോഴ്സ് ചെയ്യുന്നു. അത് BJPക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കുന്നു. കുറേ കാലമായി പാലക്കാട്ടെ പത്രപരസ്യത്തിന്റെ കാര്യത്തിൽ ഒരുപാട്, ഇപ്പം വഖഫ് അമെൻമെന്റ് ആക്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ ഒക്കെ CPM സ്വീകരിക്കുന്ന നിലപാട് പലപ്പോഴും കേരളത്തിൽ BJPക്ക് അനുകൂലമായ വർഗീയ വിഭജനം ഉണ്ടാക്കാൻ സഹായകമായിട്ടുള്ളതാണ്. ഈ അജിത് കുമാറിന്റെ ഈ റിപ്പോർട്ടിലും പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പൂരം കലക്കാനൊരു ശ്രമം നടത്തി എന്നാണ്. ആരാണ് അങ്ങനെയാണ് പൂരം കലക്കിയത്? അല്ല, അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ പൂരം കലക്കിയതിന് പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ സർക്കാരിലിരിക്കുന്നവർ കൂടിയല്ലേ. സർക്കാരിലിരിക്കുന്നവരുണ്ട്, BJPക്ക് അനുകൂലമായിട്ട് സർക്കാരിലിരിക്കുന്നവർ എന്തുകൊണ്ട് ചിന്തിക്കണം? അപ്പോൾ അതിന് പുറകിലുണ്ടായിരുന്ന അജണ്ട എന്താണ്?